ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും പ്ലാനുകളും ഉണ്ടായിട്ട് പലരും വർഷങ്ങളായിട്ട് ഒരേ സ്ഥലത്ത്, ഒരേ വരുമാനത്തിൽ അല്ലെങ്കിൽ ഒരേ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? പഠനങ്ങൾ പറയുന്നത് ദുരന്തങ്ങളോ നിർഭാഗ്യമോ അല്ല ഇതിന് കാരണം. 90% മനുഷ്യരുടെയും പരാജയത്തിന് കാരണം മറിച്ച് കംഫർട്ട് സോണാണ്. കംഫർട്ട് സോൺ എന്ന സുരക്ഷിതമായ കെണിയാണ്. വലിയ റിസ്കുകളോ വെല്ലുവിളികളോ ഇല്ലാത്ത തികച്ചും പ്രവചിക്കാവുന്ന ഒരു തടവറയാണിത്. നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള മോശം ജോലി മാറി പുതിയതൊന്ന് കണ്ടെത്തണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പോകുന്നത് പോലെ പോകട്ടെ, മാറ്റിപ്പിടിച്ച പണി പാളും എന്ന ഭയം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. ഈ ഭയമാണ് നിങ്ങളുടെ വളർച്ചയെ കൊല്ലുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കംഫർട്ട് സോൺ? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ, തലച്ചോറിന് വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല. എനർജി ലഭിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ തലച്ചോറിൻ്റെ പ്രാഥമിക ലക്ഷ്യം നമ്മളെ ജീവനോടെ നിലനിർത്തുക എന്നതാണ്, നമ്മളെ വിജയിപ്പിക്കുക എന്നല്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ തലച്ചോറ് വലിയ കാര്യത്തിൽ ഭയവും ഉത്കണ്ഠയും ഉണ്ടാവും. നമുക്ക് റിയൽ ആയിട്ടൊന്ന് അതിനെ ചിന്തിച്ചു നോക്കാം. നമ്മുടെ കംഫർട്ട് സോൺ എന്നത് ഒരു ചെറിയ അക്വേറിയം പോലെയാണ്. അതിനുള്ളിൽ കിടക്കുന്ന മത്സ്യത്തിന് കൃത്യസമയത്ത് തീറ്റ കിട്ടും. വലിയ തിരമാലകളോ സ്രാവോ പേടിയോ അങ്ങനെയൊന്നും അതിനില്ല. അത് സുരക്ഷിതമാണ്. എന്നാൽ ആ അക്വേറിയത്തിൽ കിടക്കുന്നിടത്തോളം കാലം ആ മത്സ്യത്തിന് ഒരിക്കലും അതിൻ്റെ യഥാർത്ഥ വലുപ്പത്തിലേക്ക് വളരാൻ കഴിയില്ല. അതിന് വലിപ്പം വെക്കണമെങ്കിൽ കടലിൻ്റെ വിശാലമായ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോണം. അവിടെ റിസ്ക് ഉണ്ട്, പക്ഷെ അവിടെ മാത്രമാണ് വളർച്ചയുള്ളത്. നമ്മളിൽ പലരും സുരക്ഷിതമായ അക്വേറിയത്തിൽ കിടന്ന് വലിയ കടലിനെക്കുറിച്ച് സ്വപ്നം കാണുന്നവരാണ്. പുതിയ കോഴ്സ് പഠിക്കണോ, പുതിയൊരു സ്കിൽ വളർത്തണോ, ആളുകളോട് സംസാരിക്കാനോ ഉള്ള മടി കംഫർട്ട് സോണിൻ്റെ ലക്ഷണമാണ്. മാറ്റങ്ങളെ ഭയപ്പെടുന്നിടത്തോളം കാലം നമ്മൾ ആ അക്വേറിയത്തിൽ തന്നെ കിടക്കും. നിങ്ങളുടെ കംഫർട്ട് സോൺ കെണി തകർത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മൈക്രോ സ്റ്റെപ്സ് ചലഞ്ച്. കംഫർട്ട് സോൺ മാറ്റുക എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് വലിയ റിസ്ക് എടുക്കുക എന്നല്ല. നിങ്ങളുടെ തലച്ചോറിന് പേടി തോന്നാത്ത രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഇതിന് നമുക്ക് പരിഹാരം കണ്ടെത്താം. നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം? എവിടെയാണോ നിങ്ങൾക്ക് ഭയവും അസ്വസ്ഥതയും തോന്നുന്നത്, അവിടെ നിങ്ങളുടെ കംഫർട്ട് സോണിൻ്റെ അതിനെ മറികടക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ അതിരുകൾ വികസിക്കുകയുള്ളൂ. ഉദാഹരണം, ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വളരാൻ പോകുന്ന ഒരു പുതിയ മേഖല ഇതാണെന്നാണ്. എനിക്ക് പേടിയാണ് എന്ന് പറയുന്നതിന് പകരം ഞാനൊരു പുതിയ സ്കിൽ പഠിക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ ഇതിന് കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. 3-മതായി, കംഫർട്ടബിൾ വിത്ത് അൺകംഫർട്ടബിൾ. അസ്വസ്ഥതകളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാ ദിവസവും ബോധപൂർവം നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള ഒരു കാര്യം ചെയ്യുക. എന്തുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം? അത് നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. പ്രതിസന്ധികളെ നേരിടാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തും. ദിവസവും അപരിചിതനായ ഒരാളോട് സംസാരിക്കുക, അല്ലെങ്കിൽ പുതിയൊരു വഴിയിലൂടെ യാത്ര ചെയ്യുക, അതുമല്ലെങ്കിൽ രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഇത്തരം ചെറിയ അസ്വസ്ഥതകൾ വലിയ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടിച്ചു നിൽക്കുന്ന, എന്നാൽ ചെയ്താൽ വലിയ മാറ്റമുണ്ടാവും ഒന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഡയറിയിൽ എഴുതുക. അത് നാളെ രാവിലെ തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്യുക. ഒരു വലിയ തുടക്കമല്ല, ഒരു ചെറിയ തുടക്കമാണ് വേണ്ടത്. ഇപ്പം തന്നെ ആ തീരുമാനം എടുക്കൂ. ഓർക്കുക, കംഫർട്ട് സോൺ മനോഹരമായ ഒരു സ്ഥലമാണ്, പക്ഷെ അവിടെ ഒന്നും മുകളിലല്ല. സുരക്ഷിതമായി ഒരിടത്ത് ഒതുങ്ങിക്കൂടാനല്ല നിങ്ങളുടെ ജീവിതം. വെല്ലുവിളികൾ ഏറ്റെടുക്കൂ. അക്വേറിയത്തിൽ നിന്ന് വിശാലമായ കടലിലേക്ക് ഇറങ്ങുക. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ മാറ്റമുണ്ടാക്കിയെന്ന് തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കംഫർട്ട് സോണിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മോട്ടിവേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.